കടകംപള്ളി സുരേന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ പോകുന്നു. ഈ ഒരൊറ്റ വാചകമാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിന്റെ നെഞ്ചിടിപ്പ് മാറ്റിയിരിക്കുന്നത്. കാരണം ഇത് ഒരു മുൻ മന്ത്രിയുടെ പേര് അന്വേഷണത്തിലേക്ക് വന്നുവെന്ന വാർത്ത മാത്രമല്ല, ഇടതുപക്ഷ സർക്കാർ ഇതുവരെ ഉയർത്തിപ്പിടിച്ചിരുന്ന ധാർമ്മിക മരണത്തിന്റെ അവകാശവാദങ്ങളാണ് ED അന്വേഷണത്തിന്റെ നിഴലിലായിരിക്കുന്നത്. ശബരിമല സ്വർണ കൊള്ളക്കേസ് ഇപ്പോൾ വ്യക്തമായി പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്: സ്വർണം കട്ടവർ എത്ര ശക്തരായാലും, അവൻ ഏത് സഖാവായാലും ഓരോരുത്തരായി നിയമത്തിന്റെ കുരുക്കിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് എന്നത്. ശബരിമലയിലെ ശ്രീകോവിലിലെ കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിലും ഉണ്ടായിരുന്ന സ്വർണത്തിൽ 4.54 കിലോഗ്രാം കുറവുണ്ടായെന്ന കണ്ടെത്തൽ ഒരു ചെറിയ കണക്കുപിഴവല്ല. ഇത് കോടികളുടെ മൂല്യമുള്ള സ്വർണം അപ്രതീക്ഷിതമായ സംഭവമാണ്. അയ്യപ്പന്റെ സന്നിധാനത്ത് ഭക്തരുടെ വിശ്വാസത്തിന് മേൽ പണിതുയർത്തിയ ഒരു സംവിധാനത്തിനകത്ത് നിന്ന് സ്വർണം കാണാതാകുന്നത് അതിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ പ്രത്യാഘാതങ്ങൾ സർക്കാരിന് അവഗണിക്കാൻ കഴിയാത്തതാണ്. ഇവിടെ ഏറ്റവും നിർണായകമായ കാര്യം, ഈ കേസ് വെറും കരാർ കമ്പനികളിലേക്കോ താഴ്ന്ന ഉദ്യോഗസ്ഥരിലോ ഒതുങ്ങുന്നില്ല എന്നതാണ്. അന്വേഷണത്തിന്റെ സൂചി വ്യക്തമായി രാഷ്ട്രീയ ഉന്നതരിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ED നോട്ടീസ് അയക്കാൻ നിയമോപദേശം ലഭിച്ചതോടെ ഇത് ഭരണകൂടത്തിന് പുറത്തുള്ള ചിലരുടെ അഴിമതി മാത്രമാണെന്ന സർക്കാർ വാദം പൊളിഞ്ഞു തുടങ്ങുകയാണ്. കടകംപള്ളിയെ ആദ്യഘട്ടത്തിൽ സാക്ഷിയായി വിളിക്കുന്നുവെന്ന വിശദീകരണം നൽകിയാലും ED സാധാരണയായി സ്വീകരിക്കുന്ന അന്വേഷണ രീതികൾ അറിയുന്നവർക്ക് ഇതിന്റെ രാഷ്ട്രീയ ഗൗരവം വളരെ വ്യക്തമാക്കാൻ സാധിക്കും. പ്രധാന പ്രതികളിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് ED പരിശോധിക്കുന്നത്. ഇതുവരെ പാർട്ടിയുടെ വിശ്വസ്തൻ, സർക്കാരിന്റെ അടുത്ത ആള് എന്ന നിലയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ഒരാൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ വലയത്തിൽപ്പെട്ടത് സർക്കാരിന് വലിയ തലവേദനയായിട്ടുണ്ട്. ഇവിടെ പിണറായി സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് ഈ കേസ് ഒരു ഒറ്റപ്പെട്ട അഴിമതിയല്ലെന്ന ശക്തമായ സംശയം തന്നെയാണ്. ചെന്നൈ ആസ്ഥാനമായ സ്മാർട്ട് ക്രിയേഷൻസ് വഴി നടന്ന സ്വർണ്ണ പൊതിയൽ കരാറിൽ വലിയ തോതിലുള്ള സ്വർണത്തിന്റെ കുറവും കള്ളപ്പണ ഇടപാടുകളും നടന്നുവെന്ന ആരോപണം ഇപ്പോൾ വെളുപ്പിക്കൽ ആംഗിളിലേക്ക് അന്വേഷണം നീങ്ങുന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. ഈ പണം നേരിട്ട് ഉപയോഗിക്കാതെ ഇടനിലക്കാരുടെയും ബിനാമി അക്കൗണ്ടുകളുടെയും വഴിയിലൂടെ ബന്ധുക്കളുടെയോ പരിചയക്കാരുടെയോ സ്വന്തക്കാരുടെയോ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലാണെന്നത് സൂചനകളുണ്ട്. ഇത്തരം കേസുകളിൽ പതിവായി കാണുന്ന രീതി, സ്വന്തം ബന്ധമുള്ളവരുടെ അക്കൗണ്ടുകൾ ഒഴിവാക്കി ശത്രുക്കളുടെയോ രാഷ്ട്രീയമായി അകന്നു നിൽക്കുന്നവരുടെയോ ആളുകളുടെ കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടുകൾ വഴി പണം ഒഴുക്കുക, ഇവയും ED പരിശോധിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. ഇത് തെളിയിക്കപ്പെട്ടാൽ കേസ് വെറും സ്വർണ്ണക്കുറവിൽ നിന്ന് പുറത്തു കടന്ന സംഘടിത കള്ളപ്പണം വെളുപ്പിക്കൽ ശൃംഖലയായി മാറും. ഇതുവരെ കേരളത്തിൽ നടന്ന പല വലിയ അഴിമതി കേസുകളിലും സംസ്ഥാന ഏജൻസികൾ തെളിവില്ല എന്ന റിപ്പോർട്ടുമായി ഫയൽ അടച്ച ചരിത്രമുണ്ട്. ദേവസ്വം വിജിലൻസും ക്രൈംബ്രാഞ്ചും ഈ കേസ് നേരത്തെ അന്വേഷിച്ചെങ്കിലും സ്വർണത്തിന്റെ കൃത്യമായ കുറവിനെ കുറിച്ച് വ്യക്തമായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ED കേസ് ഏറ്റെടുത്തതോടെ പഴയ ഫയലുകൾ വീണ്ടും തുറക്കപ്പെടുകയും രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ കവചം പതുക്കെ അങ്ങ് പൊളിക്കുകയും ചെയ്യുകയാണ്. ഇവിടെയാണ് പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വീണ്ടും തുറന്നു കാട്ടപ്പെടുന്നത്. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ വേട്ട എന്ന് വിളിക്കുന്ന CPM സ്വന്തം ഭരണകാലത്ത് നടന്ന ഗുരുതരമായ ഒരു ക്ഷേത്ര അഴിമതിയിൽ അതേ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ എങ്ങനെ നേരിടും? വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞവർ തന്നെ വിശ്വാസത്തിന് കേന്ദ്രമായ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് വ്യക്തമായ മറുപടി നൽകേണ്ട അവസ്ഥയിലാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടത് വെറും സാമ്പത്തിക കുറ്റമല്ല, അത് വിശ്വാസ വഞ്ചന കൂടിയാണ്. ഭക്തർ ദൈവത്തിന് സമർപ്പിച്ച സ്വർണം അധികാരത്തിന്റെ മറവിൽ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഭരണാധികാരികൾക്ക് ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതോടെ അന്വേഷണം പിണറായി വിജയൻ സർക്കാരിന്റെ രാഷ്ട്രീയ തലവരയിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. സുരേന്ദ്രനടക്കം 12 പേർക്ക് നോട്ടീസ് അയക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ ദേവസ്വം പ്രസിഡന്റ്, ഉദ്യോഗസ്ഥർ, കരാർ കമ്പനികൾ, ഇവർക്കിടയിലെ ബന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് ഒരു വ്യക്തിയുടെ അഴിമതിയല്ല, മറിച്ച് എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു കൂട്ടക്കൊള്ളയാണോ എന്ന സംശയം ശക്തമാവുകയാണ്. അയ്യപ്പന്റെ സ്വർണം ആരുടെയും സ്വകാര്യ സ്വത്തല്ല, അത് കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. ആ വിശ്വാസത്തിൽ കൈവച്ചവർ ആരായാലും
അവരുടെ രാഷ്ട്രീയ നിറം ഏതായാലും അവർ നിയമത്തിന് മുന്നിൽ വരണം. പിണറായി സർക്കാർ ശരിക്കും അഴിമതിക്കെതിരെ നിലകൊള്ളുന്നുവെങ്കിൽ അന്വേഷണത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാതെ സുതാര്യമായി മുന്നോട്ടു പോകാൻ അനുവദിക്കേണ്ടതാണ്. ED അന്വേഷണം കടകംപള്ളിയിൽ ഒതുങ്ങുമോ, അതോ അതിൽ നിന്ന് കൂടുതൽ ഉന്നത രാഷ്ട്രീയ തലങ്ങളിലേക്ക് നീളുമോ എന്നത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളാണ് തീരുമാനിക്കുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇനി അടച്ചുപൂട്ടാൻ കഴിയുന്ന ഒന്നല്ല. ഇത് ഈ സർക്കാരിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ വിശ്വാസ്യതയെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു നിർണായക പരീക്ഷണമായി മാറിക്കഴിഞ്ഞു. അയ്യപ്പന്റെ സ്വർണം കെട്ടവർ ആരായാലും ഒരിക്കലെങ്കിലും കുടുങ്ങും. അതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശം.